ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ചിലിയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് കരുത്തരായ ബ്രസീൽ ഇപ്പോൾ ഉള്ളത്. അതായത് വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്ക് പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള ട്രെയിനിങ് സെഷൻ ഇന്നലെ ബ്രസീൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിക്ക് നിലവിൽ എല്ലാ താരങ്ങളെയും ലഭ്യമായിട്ടുണ്ട്. എല്ലാ താരങ്ങളും ഇപ്പോൾ ബ്രസീലിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയ ലൈനപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബ്രസീലിന്റെ ആദ്യത്തെ പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കറയാണ് ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സെന്റർ ബാക്ക് പൊസിഷനിൽ ഗബ്രിയേൽ മഗല്ലസും മാർക്കിഞ്ഞോസുമാണ് വരുന്നത്. മഗല്ലസ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയേക്കും. ഇനി വിംഗ് ബാക്ക് പൊസിഷനിൽ, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഡഗ്ലസ് സാന്റോസ് വരുന്നു. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വെസ്ലിക്കാണ് ഇപ്പോൾ നറുക്ക് വീണിട്ടുള്ളത്. ഈ രണ്ട് താരങ്ങളും സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയിമറസിനെ ഇന്നലെ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം കാസമിറോ കൂടി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരിക്കും റാഫീഞ്ഞ വരിക. അതേസമയം മുന്നേറ്റത്തിൽ മിന്നും താരങ്ങളെയാണ് കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതായത് റാഫീഞ്ഞ ഓൾറെഡി അവിടെയുണ്ട്. ഇനി ഇടത് വിങ്ങിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിയാണ് ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ കളിച്ചിട്ടുള്ളത്. നമുക്കറിയാം വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പുറത്താണ്. പകരം ഗബ്രിയേൽ മാർട്ടിനെല്ലിക്കാണ് നറുക്ക് വീണിട്ടുള്ളത്. വലത് വിങ്ങിൽ എസ്റ്റവായോ വില്യൻ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. സമീപകാലത്ത് മികച്ച പ്രകടനം എസ്റ്റവായോ വില്യൻ നടത്തുന്നു. സ്ട്രൈക്കർ പൊസിഷനിൽ മറ്റാരുമല്ല, ജാവോ പെഡ്രോയാണ്. പെഡ്രോ ചെൽസിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നു. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തെ തന്നെയാണ് ട്രെയിനിങ്ങിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മുന്നേറ്റ നിരയിൽ റാഫീഞ്ഞയുണ്ട്, എസ്റ്റവായോ വില്ലനുണ്ട്, ജാവോ പെഡ്രോയുണ്ട്, ഗബ്രിയേൽ മാർട്ടിനെല്ലിയുണ്ട്. അങ്ങനെ മികച്ച താരങ്ങൾ ഉള്ള ഒരു മുന്നേറ്റ നിര തന്നെയാണ് ഇപ്പോൾ ബ്രസീലിന് അവകാശപ്പെടാൻ സാധിക്കുന്നത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ മികച്ച ഒരു വിജയം ബ്രസീൽ സ്വന്തമാക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.